നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തോരാതെ മഴ. കൊച്ചി വെള്ളത്തിൽ. ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട്. പള്ളുരുത്തിയിലും കളമശ്ശേരിയിലും അസാധാരണ മഴയെന്ന് മന്ത്രി കെ രാജൻ. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി മരിച്ചു. കന്യാകുമാരിയിൽ ധ്യാനത്തിനായി പ്രധാനമന്ത്രി. വിവേകാനന്ദ പാറയിൽ 2 ദിവസം മോദി ധ്യാനത്തിലിരിക്കും. വ്യാഴാഴ്ച തിരുവനന്തപുരം വഴി ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരം ചോർന്നു. ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമെന്ന് മോദി. തൃശൂർ പെരിഞ്ഞനം സെയിൻ ഹോട്ടലിലെ കുഴിമന്തി കഴിച്ച സ്ത്രീ മരിച്ചു. നുസൈബയുടെ മരണം ഭക്ഷ്യവിഷബാധയ്ക്ക് ചികിത്സയിലിരിക്കെ 178 പേർ ചികിത്സയിൽ. പഴകിയ ഭക്ഷണം വിറ്റതിന് പിഴയടച്ച് വീണ്ടും തുറന്ന ഹോട്ടലിനെതിരെ കൂടുതൽ പരാതികൾ. നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസിൽ യുവതിയെ പാമ്പ് കടിച്ചു. പാമ്പ് കടിയേറ്റ ആയുർവേദ ഡോക്ടർ ചികിത്സയിൽ. പാമ്പിനെ കണ്ടതായി യാത്രക്കാർ. രാജ്യസഭയിലേക്കെന്ന അഭ്യൂഹം തള്ളി കുഞ്ഞാലിക്കുട്ടി. MLA ആയി തുടരാൻ തീരുമാനം. വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചെന്ന് സാദിഖ് അലി തങ്ങൾ. രാജ്യസഭയിലേക്ക് ലീഗ് പുതുമുഖത്തെ അയക്കും. വയനാട് സീറ്റ് ലീഗ് ആവശ്യപ്പെടില്ല. ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോയ DYSP സസ്പെൻഷനിൽ. MJ സാബുവിന്റെ യാത്രയയപ്പ് റദ്ദാക്കി. CPM ജില്ലാ കമ്മിറ്റികളാണ് SP-മാരെ നിയന്ത്രിക്കുന്നതെന്ന് VD സതീശൻ. ഡ്രൈഡേ പിൻവലിക്കുന്നതിനെതിരെ തോമസ് ഐസക്. സർക്കാരിന്റെ വരുമാനം കൂടില്ലെന്ന് ഐസക്. മദ്യനയ ചർച്ചയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരിച്ചത് ആയുധമാക്കി പ്രതിപക്ഷം. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം ഉറപ്പ് നൽകി ഗതാഗത മന്ത്രി. ഗഡുക്കളായി നൽകുന്നത് നിർത്താൻ ഫോർമുല തയ്യാറെന്ന് ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി ചർച്ച വിളിച്ചിട്ടുണ്ടെന്ന് ജീവനക്കാരോട് ഫേസ്ബുക്കിലൂടെ സംസാരിച്ച മന്ത്രി. KSUവിൽ സതീശൻ സുധാകരൻ പോര് കനക്കുന്നു. ക്യാമ്പിലെ സംഘർഷത്തിന് അലോഷ്യസ് സേവ്യറെ പുറത്താക്കണമെന്ന് സുധാകര പക്ഷം. KPCCയുമായി ആലോചിക്കാതെയാണ് KSU ക്യാമ്പ് നടത്തിയതെന്ന് സസ്പെൻഷനിലായ ജനറൽ സെക്രട്ടറി. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് മഴ പെയ്യുന്നത്. നിർത്താതെ മഴ പെയ്യുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ. കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ 5 ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. സമാനമായ ദൃശ്യങ്ങളാണ് പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം മഴ കിട്ടുന്നത് ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും അതിശക്തമായ മഴയായിരുന്നു. പള്ളുരുത്തിയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിലാണ് മഴ പെയ്തത്. 1.5 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴ 95 mm എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പള്ളുരുത്തിയിൽ. കളമശ്ശേരിയിൽ 57 mm മഴയാണ് രേഖപ്പെടുത്തിയത് 1.5 മണിക്കൂറിൽ. ഈ രണ്ടിടങ്ങളിലും അസാധാരണ മഴയാണ് പെയ്തതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും ഗതാഗത കുരുക്കാണ് ഇന്നുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. ഒരു യാത്രക്കാരിക്ക് പരുക്കേറ്റിട്ടുണ്ട്. കളമശ്ശേരിയിൽ വ്യാപകമായി വെള്ളക്കെട്ടാണ്. HMD കോളനി, മൂലേപ്പാടം റോഡ്, വട്ടേക്കുന്നം തുടങ്ങിയ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസവും കളമശ്ശേരിയിൽ അതിശക്തമായ മഴയാണ് പെയ്തത്.
മറ്റ് ജില്ലകളിലും മഴ കനക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ മഴ ശക്തമാണ്. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കൊയ്പ്പള്ളി കാരാഴ്മ സ്വദേശിയായ അരവിന്ദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴയാണ് ഇപ്പോഴും പെയ്തത്. MC റോഡിലും ഇട റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് വിവിധയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ കനത്ത മഴയിൽ വലിയ പ്രശ്നമുണ്ടായതാണ്. വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമായിരുന്നു. അതിനേക്കാൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശക്തമായ മഴയെന്നാണല്ലോ. കളമശ്ശേരിയിലും പള്ളുരുത്തിയിലും അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് പരിസരങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടാണോ ഉള്ളത്? വലിയ വെള്ളക്കെട്ട് തന്നെയാണ് മഞ്ജുഷ ഉള്ളത്. കാരണം ഈ മഴ തോർന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചധികം സമയമായിട്ട് മഴ തോർന്നിട്ടുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ ഈ കാണുന്നത് പോലെ എല്ലായിടത്തും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള സ്ഥലമാണ്. മെട്രോ കടന്നു പോകുന്ന ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള സ്ഥലമാണ്. ഇവിടേക്ക് സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയല്ല. ഇത്രത്തോളം സാധാരണ മഴ പെയ്താൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും നമുക്കറിയാം. പക്ഷേ ഈ രീതിയിലേക്ക് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതല്ല. വലിയ രീതിയിലുള്ള മഴ ലഭിച്ചതും അതോടൊപ്പം തന്നെ ഈ കാനകളിലേക്ക് കാര്യമായ രീതിയിൽ വെള്ളം ഒഴുകി പോകാത്തതും എല്ലാം തന്നെയാണ് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് പോകുന്ന പ്രദേശത്ത് അപ്പുറത്ത് ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ, ലുലു മാൾ തുടങ്ങിയ മാളുകൾ ഉൾപ്പെടുന്ന ഒരു ജംഗ്ഷൻ, അവിടങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ കളമശ്ശേരി അതിൻ്റെ ഒരു രൂക്ഷത ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുകയാണ്. കളമശ്ശേരിയിൽ HMT കോളനി, മൂലേപ്പാടം, വട്ടേക്കുന്നം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം, റോക്ക്വെൽ റോഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വെള്ളം കാര്യമായ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. ചെറിയ തോടുകളെല്ലാം തന്നെ നിറഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കളമശ്ശേരി നഗരസഭ അധ്യക്ഷ അല്പം മുമ്പ് പറഞ്ഞത് ആ നഗരസഭാ മേഖലയിൽ സാർവത്രികമായിട്ട് തന്നെ താഴ്ന്ന മേഖലകളിലെല്ലാം തന്നെ വെള്ളം പൊങ്ങിയിരിക്കുന്നു എന്നതാണ്. നേരത്തെ മഞ്ജുഷ മഴയുടെ ആ ഒരു തോത് പറഞ്ഞപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് കളമശ്ശേരിയിൽ വ്യാപകമായ രീതിയിലേക്ക് വെള്ളം ഉയർന്നിട്ടുള്ളത്. റോഡുകളിലേക്ക് വരുമ്പോൾ ഇതിലൂടെയുള്ള നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന മുഖ്യ റോഡുകളിലെല്ലാം തന്നെയും വെള്ളം ഉയർന്നത് മൂലം ഈ ഗതാഗതത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ കാണുന്നതാണ്. ഒരു ഭാഗത്ത് പൂർണ്ണമായും തന്നെയും ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഇഴഞ്ഞിഴഞ്ഞ് സാധാരണ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അതിനും ഇരട്ടിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ രീതിയിലേക്ക് റോഡിലൂടെ, മുഖ്യ റോഡുകളിലൂടെ ഒന്നും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വാഹന ഗതാഗതം വന്നിരിക്കുന്നു. ഇട റോഡുകളിലൂടെ കയറിയാൽ എല്ലായിടത്തും തന്നെ കാനകൾ നിറഞ്ഞ് ഓടകൾ നിറഞ്ഞെല്ലാം തന്നെ വെള്ളമൊഴുകി യാത്ര തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ. ഇനിയും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പൊതുനിരത്തിലെ പല കടകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആവുന്നത്ര പരിശ്രമങ്ങൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പല ഭാഗങ്ങളിലും തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു ഘട്ടത്തിൽ പര്യാപ്തമാകുന്നില്ല എന്നതാണ്. അത്രയ്ക്ക് വലിയ രീതിയിൽ ഉയർന്ന തോതിൽ തന്നെയാണ് മഴ ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ദൃശ്യങ്ങൾ. ഇപ്പോൾ കാണുന്നതെല്ലാം തന്നെ ഈ നഗരത്തിൻ്റെ ഇപ്പോൾ ഒരു എല്ലായിടത്തും എന്ന പോലെ കാണുന്ന ഒരു ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും തന്നെയാണ് നമ്മൾ ഇവിടെ എടപ്പള്ളിയിലും കാണുന്നത്. പലയിടത്തും ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ശരി ഡാനി, കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് ആലുവ മുതൽ എറണാകുളം കൊച്ചി നഗരം വരെയുള്ള സ്ഥലത്ത് റോഡുകളിൽ വെള്ളക്കെട്ടാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് കളമശ്ശേരി മേഖലയിലാണ്. മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് കളമശ്ശേരിയിൽ ഇത്തവണയും ഉണ്ടായത്. 1.5 മണിക്കൂർ നിർത്താതെ പെയ്യുകയായിരുന്നു കളമശ്ശേരിയിൽ മഴ. തിരുവനന്തപുരത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തും പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ്. വെള്ളക്കെട്ടും ഉണ്ട്. പൊന്മുടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊന്മുടി ഇന്ന് തുറക്കുവാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് തന്നെ യാത്ര വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെയുള്ള അവസ്ഥ? നഗരത്തിൽ ഇപ്പോഴും വെള്ളക്കെട്ടാണോ? മഞ്ജുഷ്, മലയോര മേഖലയിലും നഗരമേഖലയിലും തീരദേശത്തുമടക്കം കഴിഞ്ഞ ദിവസം രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെയും ശക്തമായ മഴയുണ്ടായിരുന്നു. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ്. മുതലപ്പുഴയിൽ
ഈ ശക്തമായ തിരയടിയിൽ മഴ കനത്തോടുകൂടി വലിയ തിരയുണ്ടാവുകയും അതിൽ വള്ളം മറിയുകയും ഒരു മത്സ്യത്തൊഴിലാളി മരിക്കുകയും ചെയ്തു. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏറെ നേരം നടത്തിയ ശേഷമാണ് ഒരാളെ കണ്ടെത്തിയത്. 2 അപകടങ്ങൾ നടന്നു. ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. ചിറയൻകീഴ് മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതേസമയം നെടുമങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. നഗരത്തിലടക്കം വീട് തകർന്നു വീഴുന്ന സാഹചര്യം. തീരദേശത്തും ഒരു വീട് ഭാഗികമായി തകർന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അത് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത്. കാരണം വേനൽ മഴയിൽ തന്നെ 33% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. കാലവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ തന്നെ പ്രവചനം ഏതാണ്ട് 105%ത്തിലേക്ക് 105% ഒരു വർധന, അതായത് 2018 ഒരു സാഹചര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ 2018 നമുക്ക് പുതിയ അനുഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റവന്യൂ മന്ത്രി പറയുന്നത് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നു. ഡാം മാനേജ്മെന്റാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അരുവിക്കരയിൽ 90 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ മഴ ഉണ്ടായാൽ ഈ വൃഷ്ടിപ്രദേശത്ത് കൂടുതൽ മഴ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ സംഭരണശേഷി വീണ്ടും ഉയരും. അങ്ങനെയെങ്കിൽ ഇനിയും 60 സെന്റിമീറ്റർ കൂടി ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് സംസ്ഥാനത്തെ മുഴുവൻ ഡാമുകളുടെയും സാഹചര്യം കൂടി ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലയിൽ ഈ തരത്തിൽ മഴയുണ്ടായാൽ പ്രത്യേകിച്ച് ഇടവേളയില്ലാത്ത ഒരു മഴയാണ്. കാരണം വേനൽ മഴ തുടങ്ങി അതിനൊരു ഇടവേളയില്ലാതെ കാലവർഷത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം അവസാനം. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാലവർഷം അനുഭവപ്പെടുന്നു. ഇപ്പോൾ തന്നെ കാലവർഷം കേരളത്തെ തൊട്ടു എന്ന നിലയ്ക്ക് തന്നെയാണ് അറിയിപ്പുള്ളത്. അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടും. അങ്ങനെയെങ്കിൽ ഇടവേള ഇല്ലാത്ത രീതിയിൽ മഴ അനുഭവപ്പെടുന്ന ഒരു നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറും. അവിടെയാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. റവന്യൂ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ, അതുപോലെ തന്നെ അഗ്നിശമന സേനയും പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളുണ്ട്. NDRFന്റെ കൃത്യമായ സാന്നിധ്യമുണ്ട്. കൊല്ലം ജില്ലയിലും സ്ഥിതി കുറച്ച് നിയന്ത്രണാതീതമാണ്. ഇത്തിക്കരയാർ കരകവിഞ്ഞിട്ടുണ്ട്. ഇത്തിക്കരയാറിന്റെ സമീപത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ചാത്തന്നൂരിൽ വലിയ തോതിൽ വീടുകളിലേക്ക് ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആ നിലയ്ക്കുള്ള ഒരു ഭീഷണിയില്ല. കാരണം കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ കണ്ടതാണ് പാർവതി പുത്തനാറും കണ്ണമൂല തോടും ആമഴിഞ്ഞ തോടുമൊക്കെയും കരകവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കിയതുകൊണ്ട് അത്തരമൊരു സാഹചര്യം മാറിക്കിട്ടി. പക്ഷേ റോഡുകളിൽ നടക്കുന്ന നിർമ്മാണം അത് വലിയ തലവേദന തന്നെയാണ്. ഇപ്പോഴും ഈ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായിട്ടില്ല. 6 മാസം മുൻപ് തുടങ്ങിയ പ്രവൃത്തികളാണ്. സ്കൂൾ തുറക്കുകയാണ്. പല സ്കൂളുകൾക്കടുത്തും ഇങ്ങനെ റോഡ് കുഴിയെടുത്തിട്ടിരിക്കുന്നു. 2 ആൾ പൊക്കത്തിൽ വരെ വെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികളെ അതുവഴി അയക്കുന്നതിന് തന്നെ രക്ഷിതാക്കൾക്ക് ഭയപ്പാടുള്ള സാഹചര്യമുണ്ട്. തൈക്കാടാകട്ടെ, ജനറൽ ഹോസ്പിറ്റൽ, വഞ്ചിയൂർ റോഡാകട്ടെ, ആ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ആശങ്കയുണ്ട്. ഏതായാലും കൂടുതൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ്. അത് ജാഗ്രതയോടെ കാണേണ്ട സാഹചര്യവുമാണ്. മഞ്ജുഷ്, ശരി. തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗത്തും ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു. തൽക്കാലം മഴ പെയ്യുന്നില്ല. പക്ഷേ മധ്യ കേരളത്തിൽ അങ്ങനെയല്ല. എറണാകുളം ജില്ലയിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോ പാർക്കിൽ വലിയ ദുരിതമായിരുന്നു. രാവിലെ മുതൽ തന്നെ വെള്ളക്കെട്ടാണ്, ഗതാഗത കുരുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നവബി ദിനേശ് ഇൻഫോ പാർക്കിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്കിലാണ്. രാവിലെ 8 മണിയോട് കൂടി ആരംഭിച്ച മഴ ഒരു 11 മണിയായപ്പോൾ തന്നെ ഇൻഫോ പാർക്കിന്റെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പ്രവൃത്തി ദിവസമായതിനാൽ ജീവനക്കാരെല്ലാം ഓഫീസിലേക്ക് എത്തിയത് വളരെ ബുദ്ധിമുട്ടിയാണ്. കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും എത്തിയവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ഓഫീസുകളിലേക്ക് പോയത്. പല വണ്ടികളും 2 വീലറൊക്കെ വെള്ളക്കെട്ടിൽ വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസുകാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി വാഹനങ്ങളെ കടത്തിവിടുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം വരെ ഇവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വണ്ടിയുടെ ടയറും, അതായത് ഈ എഞ്ചിനൊക്കെ മുങ്ങുന്ന അത്ര വലിയ ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. കഴിഞ്ഞ മഴയിലൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ഏരിയ കൂടിയായിരുന്നു ഇൻഫോ പാർക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപിൽ ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും അന്നും ഇതുപോലെ പല ഇരുചക്ര വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ മഴ ഒന്ന് തോർന്നാൽ മാത്രമേ ഈ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. കൃത്യമായി കാനകളും ചാലുകളും ഒന്നും വൃത്തിയാക്കാത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ പലയിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ സാധാരണ മെയിൻ വഴികളിലാണ് വെള്ളം കെട്ടുന്നതെങ്കിലും ഇത്തവണ ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഇന്നും ആ വ്യത്യസ്തമല്ല ആ കാഴ്ചകൾ. ഈ പാലാരിവട്ടം വെണ്ണല ഭാഗത്തും ഒപ്പം തന്നെ ആസാദ് റോഡിൽ കലൂർ ആസാദ് റോഡിലുമൊക്കെ വെള്ളം ഇതുപോലെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൊച്ചി നഗരസഭ ചെയ്തുവെങ്കിൽ പോലും ഇടറോഡുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുപ്പിക്കാത്തതാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം എന്നുള്ളൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനാണ് സാധ്യത. കൊച്ചിയിലെ ഇൻഫോ പാർക്കിലെ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസവും ഇൻഫോ പാർക്കിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. IT കേന്ദ്രമായ ഇൻഫോ പാർക്കിൽ നിരവധി IT കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്കിന്റെ മുൻവശത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഗതാഗത തടസ്സം അവിടെയുണ്ട്. കൊച്ചിയിലെ പലയിടങ്ങളിലും കൊച്ചി നഗരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും എറണാകുളത്ത് മഴ പെയ്യുകയാണ്. പുതിയ അലർട്ട് അനുസരിച്ചും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലും വന്നിരിക്കുന്നത്. അതിൽ എറണാകുളം ജില്ലയും ഉൾപ്പെടുന്നു. എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് തുടരും എന്നാണ് ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പിലും ഉള്ളത്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു നഗരമായി കൊച്ചി വീണ്ടും മാറുകയാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ ശക്തമായ രീതിയിലാണ് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലുവ മുതൽ കൊച്ചി നഗരം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും മെട്രോ സ്റ്റേഷനുകൾക്ക് താഴെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലുമാണ്. കളമശ്ശേരിയിൽ അസാധാരണമായ മഴയായിരുന്നു. പള്ളുരുത്തിയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് പെയ്തത്. ഏറ്റവും പുതിയ മഴ അപ്ഡേറ്റുമായിട്ട് VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഏറ്റവും അവസാനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഏതൊക്കെ ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്? വിനോദ് പറഞ്ഞോളൂ. രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലകൾ. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു പുതിയ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. നേരത്തെ 6 ജില്ലകളിലായിരുന്നു ഈ തരത്തിൽ അലർട്ട് നൽകിയിരുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്നതായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. അതിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എറണാകുളത്തെ സാഹചര്യം, കോട്ടയത്തെ സാഹചര്യം, വലിയ തീവ്രമായ മഴ തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. മേഘവിസ്ഫോടനം, അതിന് സമാനമായ സാഹചര്യം എറണാകുളത്തുണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ അത് ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം മഴ നീണ്ടു നിൽക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ അറിയിപ്പുണ്ടായിരിക്കുന്നത്. എറണാകുളത്തും കോട്ടയത്തും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മധ്യ കേരളത്തിൽ പൊതുവിൽ വലിയ മഴയ്ക്കുള്ള സാധ്യതയാണ്. അതേസമയം തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കൊല്ലത്താകട്ടെ ഇത്തിക്കരയാറ് കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുമുണ്ട്. മഞ്ജുഷ്, ശരി. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. എന്നാൽ മധ്യ കേരളത്തിലാണ് മഴ തുടർന്നും പെയ്യുക. കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലും റെഡ് അലർട്ടാണ് പുതിയ മുന്നറിയിപ്പ് അനുസരിച്ചും. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. അതായത് മഴയുടെ ശക്തി കുറയും. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ഏറ്റവും അധികം മഴ പെയ്യുവാൻ സാധ്യതയുള്ള ജില്ലകൾ എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയുമാണ്. ഇപ്പോൾ ഇടപ്പള്ളിയിൽ വെള്ളക്കെട്ട് ഉണ്ട്. അവിടെ ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്താണിപ്പോൾ ഇടപ്പള്ളിയിൽ വലിയ ഗതാഗത കുരുക്കാണോ ഉള്ളത്? ഇടപ്പള്ളിയിൽ വലിയ ഗതാഗത കുരുക്കാണ്. ഒരു വശത്ത് ട്രാഫിക് ജാം ഭയങ്കരമായി ഉണ്ട്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും കഠിനമായ ഒരു ചെറിയ മൂവ്മെന്റ് മാത്രമേ വണ്ടികൾക്ക് സാധിക്കുന്നുള്ളൂ. അത്തരത്തിൽ സിവിയറായ ട്രാഫിക് ജാമാണ് ഇവിടെ ഉള്ളത്. അതേസമയം ഒരു വശത്ത് അതുപോലെ തന്നെ വെള്ളക്കെട്ടുമാണ്. ആ വെള്ളത്തിലൂടെ വണ്ടികളും ആളുകളും കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഓട ഏതാണ്, റോഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അത്തരത്തിൽ വെള്ളമാണ്. ആളുകളൊക്കെ ഇങ്ങനെ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത
തരത്തിൽ വെള്ളമുണ്ട്, മുട്ടോളം വെള്ളമുണ്ട് എന്നാണ് ഒരു വശത്ത്. റോഡിന്റെ അരികിലോട് ചേർന്ന ഭാഗത്ത് മുട്ടുവരെയും വെള്ളമുണ്ട് എന്നാണ് ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതേസമയം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്ര കൂടിയാണ്, എത്ര നിറഞ്ഞാണ് റോഡ് നിറഞ്ഞ് എത്രത്തോളം വെള്ളമുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട്. അതേസമയം അതേ സാഹചര്യത്തിൽ തന്നെ എതിർവശത്ത് സിവിയറായ ട്രാഫിക് ജാമുമാണ്. വാഹനങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത സാഹചര്യം കൂടിയുണ്ട്. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ എറണാകുളത്ത് റെഡ് അലേർട്ടാണ്. നേരത്തെ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ മേഘവിസ്ഫോടനം പോലെയുള്ള മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ കളമശ്ശേരിയിൽ വലിയ മഴയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം ശരിയാകാത്ത രീതിയിൽ നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കൊച്ചി ഇത്രയും, പ്രത്യേകിച്ചും ഇത് വേനൽ മഴയാണ്. ഈ ഒരു സമയത്ത് തന്നെ കൊച്ചിക്ക് ഒരു മഴ കൊണ്ട് കൊച്ചിക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ തന്നെ ഈ അടുത്ത മാസം ആദ്യം തന്നെ വരുന്ന മൺസൂണിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊരു സാഹചര്യം കൂടി കൊച്ചിക്കാർ, അങ്ങനെ ഒരു ആശങ്ക കൂടി കൊച്ചിക്കാർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതത്രയും കഠിനമായ ട്രാഫിക്കും അതുപോലെ കഠിനമായ വെള്ളക്കെട്ടുമാണ്. പകർച്ചവ്യാധികളുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഈ വേങ്ങൂരില് മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് എ, ബി കാറ്റഗറിയിലുള്ള 2 കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം, അതുപോലെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികളൊക്കെ എറണാകുളത്ത് മോശമല്ലാത്ത അംഗസംഖ്യ ബാധിച്ച ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ അല്പം ഭീതിയിൽ തന്നെയാണ്. ഒരു മഴ കൊച്ചിക്ക് താങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ നിന്ന് പെയ്താൽ കൊച്ചിയുടെ അവസ്ഥ ഇതാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിക്കുക എന്നുള്ള ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം, പ്രോപ്പർ അവാർഡിന്റെ പ്രശ്നങ്ങൾ ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടിയിരുന്നു. മുല്ലശ്ശേരി കനാലിന്റെ അടഞ്ഞ ഭാഗങ്ങളൊക്കെ തുറന്നുവിടണം, അതിന്റെ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണം, പൂർണ്ണമായും ഒഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ടീം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയുണ്ടായി. എന്നിരുന്നാൽ പോലും 22-ാം തീയതിയാണ് ഇവിടെ കൊച്ചി ഇത്രയും വലിയൊരു മഴ ഫേസ് ചെയ്തത്. 4 മണിക്കൂർ നീണ്ടുനിന്ന മഴ. അന്ന് തന്നെ കൊച്ചി മുങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ച് വേനൽ മഴയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ പ്രത്യേകിച്ചും കൊച്ചി മുങ്ങുന്നത് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിനുള്ള ഭാഗങ്ങൾ, ഇൻഫോ പാർക്ക് കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അത് മാത്രമല്ല അതിനോട് ചേർന്നൊരു തോടുമുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന് കൊച്ചി കോർപ്പറേഷൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് എന്ന് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. ശരി. ആദ്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടപ്പള്ളിയിൽ നിന്നാണ്. കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഇടപ്പള്ളിയിലാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സവുമാണ്. കൊച്ചി കോർപ്പറേഷൻ മഴക്കാലത്തിന് മുൻപ് ചെയ്തു തീർക്കേണ്ട ജോലികൾ ചെയ്തു തീർത്തിട്ടില്ല. ഇത് കഴിഞ്ഞ 22-ാം തീയതി ബോധ്യമായ കാര്യമാണ്. അതിനുശേഷവും കാര്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് കൊച്ചി നഗരത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുന്ന വെള്ളക്കെട്ട്. 1.5 മണിക്കൂർ സമയം മഴ നിന്നു പെയ്തതോടുകൂടി തന്നെ കൊച്ചി നഗരം ഈ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തുകയാണ്. കൊല്ലം ജില്ലയിലും ശക്തമായ മഴയായിരുന്നു. ഉൾപ്രദേശങ്ങളിലാണ് ദുരന്തങ്ങൾ ഉണ്ടായത്. പലയിടങ്ങളിലും മരങ്ങൾ വീണിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തീർച്ചയായും ജില്ലയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ജില്ലയുടെ മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലും കണക്കിലെടുത്ത് അവിടെയുള്ള പ്രദേശവാസികളോട് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവരെ ഏകദേശം 22-ൽ പരം ആൾക്കാരെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് പാർപ്പിച്ചിരിക്കുന്നത്. കൊല്ലത്തും അതുപോലെ തന്നെ ചവറ തുടങ്ങിയ മേഖലകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് മഴ അതിശക്തമായിട്ട് തന്നെ മഴയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള മഴയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. വാളകം, നിലമേൽ തുടങ്ങിയ മേഖലകളാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ NH-ന്റെ പണി നടക്കുന്ന ചാത്തന്നൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ യാത്രാ ദുരിതം അനുഭവപ്പെടുന്ന മേഖലയായി തന്നെ അത് മാറുന്നു. NH-ന്റെ പണി നടക്കുന്നതുകൊണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കല്ലടയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതോടൊപ്പം തന്നെ കല്ലടയാറിന്റെ
ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണെങ്കിൽ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നും ദുരന്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അരയി കാർത്തിക പുഴയിൽ അപകടമുണ്ടായത്. 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു കുട്ടി. നീന്തൽ അറിയാതിരുന്ന കുട്ടി പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. പുലർച്ചെ തിരക്ക് കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. എന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുന്നുണ്ട്. ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ദേവസ്വം ബോർഡ് ജീവനക്കാർ കൂട്ടാക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുകയും ചെയ്തു. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശം വന്നാൽ മാത്രമേ ചടങ്ങുകൾ നിർത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് ദേവസ്വം ജീവനക്കാർ. മന്ത്രി കെ രാജൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. മഴക്കാലത്തെ നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണെന്നാണ് മന്ത്രി പറയുന്നത്. വേനൽ മഴ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ഇപ്പോൾ കിട്ടുന്നത്. മൺസൂണിന്റെ ആദ്യ പാദവും ഇതുപോലെ തന്നെ മഴ കിട്ടിയാൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് 31 മൺസൂൺ എത്തിച്ചേരും എന്ന് നേരത്തെ നമുക്ക് വിവരം ലഭ്യമായതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രവചനമുണ്ടായതിനെ തുടർന്ന് നേരത്തെ മെയ് 9 മുതൽ ആരംഭിച്ച വേനൽ മഴയുടെ കാലത്ത് തന്നെ തുടങ്ങിവെച്ച നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം വിളിച്ച്, താഴത്ത് ഇപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളെല്ലാം വിളിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുന്നുണ്ട്. 23-ാം തീയതി അറബിക്കടലിനകത്ത് രൂപം കൊണ്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറുന്നത് തിരിച്ചുപോയതോടെ വലിയ തരത്തിലുള്ള ആഘാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ സാമാന്യം നല്ല മഴയാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല മഴ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മധ്യകേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യകേരളത്തിലാണ്. പെയ്ത 1.5 മണിക്കൂറിനിടയിൽ ഒരുപക്ഷെ സമീപ ചരിത്രത്തിലൊന്നുമില്ലാത്തതുപോലെ 1.5 മണിക്കൂറിനിടയിൽ 95 mm മഴയാണ് പള്ളുരുത്തി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എറണാകുളത്തിന് സമീപം തന്നെയുള്ള കളമശ്ശേരിയിൽ 1.5 മണിക്കൂർ സമയം കൊണ്ട് പെയ്ത മഴയുടെ അളവ് 57 mm. സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ്. സാധാരണ നിലയിൽ നമ്മൾ മൺസൂൺ 31-നാണ് വരും എന്നുള്ള കാര്യത്തിൽ പ്രവചനം ലഭ്യമായെങ്കിലും മൺസൂൺ കാറ്റുകൾ ലംബമായി വീശി തുടങ്ങി എന്നുള്ളതും അതിന്റെ ഭാഗമായി മഴമേഘങ്ങൾ അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി എന്നുള്ളതുമാണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ മഴ അളവിന്റെ കാരണമായി കാലാവസ്ഥാ പ്രവചന കേന്ദ്രം ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നല്ല ഒരുക്കങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. ആ നിലവാരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടങ്ങളുണ്ടായി. പുലർച്ചെ ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 തെങ്ങ് സ്വദേശിയായ എബ്രഹാം മരിച്ചു. പുലിമുട്ടിലേക്ക് വള്ളം ഇടിച്ചു കയറുകയായിരുന്നു മറ്റൊരു അപകടത്തിൽ. പുലിമുട്ടിൽ വള്ളം ഇടിച്ചു കയറി കാണാതായ ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മുതലപ്പുഴയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏറ്റവും ശക്തമായ തിര, അതായത് ഈ പൊഴി മുഖത്ത് വലിയ തോതിൽ തിര ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിനി കൊല്ലം തീരത്ത് മറ്റോ കയറാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പരിസരവാസി ചേരുന്നുണ്ട്. തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുകയാണ്. ഇവിടെ ഈ വാർബർ എന്ന് വെച്ചാൽ ആൾക്കാരും
ആൾക്കാരെ കൊല്ലാൻ കൊണ്ടുവന്ന ആൾക്കാരാണ്. ഡിസംബർ മാസമാണെങ്കിലും മരണങ്ങളാണ് ഉണ്ടാവുക. ഒരു ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണമാട്ടമാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ജനങ്ങള് ഇതിന് വലിപ്പം കൊണ്ടാണ് ആൾക്കാരെ ജോലിക്ക് പോകുന്നത്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കടക്ഷോഭം വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഡിസംബർ മാസവും മരണങ്ങൾ ഉണ്ടാവാണ് ഈ ഹാർബറിന്റെ അകത്ത്. ഇതിപ്പോ മഴ കഴിഞ്ഞ ദിവസം ഒന്ന് ശമിച്ചതോടെയാണ് ഇങ്ങനെ ആളുകൾ മത്സ്യബന്ധനത്തിന് പോയത്. പട്ടിണി തന്നെയാണ് കാരണം, പോകാതിരിക്കാൻ നിവർത്തിയില്ല. സംഭവം ഉള്ളത് ആൾക്കാർ ഇത് എത്രയെന്ന് പറഞ്ഞ് പട്ടിണിയാണ് കിടക്കാൻ നോക്കും. മത്സ്യത്തൊഴിലാളിയല്ലേ, അപ്പൊ ഇത് കടലുണ്ടാ ജീവിക്കുന്ന ആൾക്കാർ. ആ രീതിയിലാണ് ജീവിതമൊക്കെ മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ വേറെ വരുമാനമില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഒരു മാസം ആൾക്കാർ തൊഴിലിന് പോയാലും ആ വീട് കുടുംബങ്ങൾ പട്ടിണിയാണ്. പിള്ളേരെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ ഇത് ഈ കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്ക് പറയാൻ അല്ല, മാത്രമല്ല ഈ മഴക്കാലത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ ഇവിടെ അപകടം ഉണ്ടാവുകയും 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 70ഓളം എന്ന് പറഞ്ഞാൽ കടലില്ല, കടൽക്ഷോഭം ഇല്ലാത്തതാണ്. ആ സമയത്തും മരണങ്ങൾ ഈ പൊടിയിൽ ഉണ്ടാവുകയാണ് ഈ ഹാർബറിൽ. ഈ ഹാർബറിന്റെ ഇത് വെച്ചാണ് ഈ മരണങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഇവിടെ നിന്ന് പോയ ആളുകൾ കൊല്ലത്തായിരിക്കും കയറുന്നത്. ഇന്നിപ്പോ ഈ ബോട്ടൊന്നും ഇവിടെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി തങ്കശ്ശേരിയിൽ മാത്രമേ ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ അവിടെ കൊണ്ട് കയറാനേ പറ്റുള്ളൂ. ഈ നിലയ്ക്കാണ് അപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. ഇത് ഈ മഴക്കാലത്തല്ലാതെ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 70ഓളം പേരാണ് ഇവിടെ മരിച്ചത്. അപ്പൊ ഇതിന്റെ 76ഓളം പേര്. ഇതിന്റെ ഈ നിർമ്മാണം മാറ്റി ചെയ്യണമെന്നുള്ളതാണ്. വീതി കുറവാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത്. ചേട്ടൻ പറഞ്ഞാണെങ്കിൽ 10 വർഷം കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമരപരിപാടികളും റോഡ് ഉപരോധവും സ്ട്രൈക്കും എല്ലാം നടത്തുന്നുണ്ട്. ഈ മരിച്ച ഡെഡ് ബോഡി ഉൾപ്പെടെ പാലത്തിന് മുകളിൽ വെച്ച് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് MLA മന്ത്രി വരെ ഇവിടെ വന്ന് നോക്കുന്നു, കാണുന്നു, പോകുന്നു. അവരാരും ഇതുവരെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. മരണങ്ങൾ വീണ്ടും തുടർച്ചയായി സംഭവിക്കുന്നു. നിങ്ങളെപ്പോലെ പത്രക്കാരും ചാനലുകാരും വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നിങ്ങളും പോവുകയാണ്. മന്ത്രി, MLA എല്ലാ രാഷ്ട്രീയ ആൾക്കാരും പോവുകയാണ്. ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ എല്ലാവർക്കും പറഞ്ഞായിരുന്നു ഇവിടെ അപകടങ്ങൾ ഉണ്ടാവും, വീണ്ടും മരണസംഖ്യ കൂടും, ഉടനടി ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഴിഞ്ഞം അദാനിക്ക് കല്ല് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലൈവ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ആ മണ്ണ് വീണ് മൂടി കിടക്കുകയാണ്. ആ മണ്ണ് കാരണം ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പണിക്കുവാൻ പറ്റുന്നില്ല. അവർ ഞങ്ങളുടെ പുലിമുട്ട് പൊളിച്ച് അവരവരുടെ കല്ല് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പണിക്കുവാൻ പറ്റാത്ത സാഹചര്യമായി. കടൽ വന്ന് ആഞ്ഞടിച്ചിരിക്കുന്നു. ഇന്ന് ഒരാളിനെ 7 മണിക്ക് രാവിലെ ഞാൻ ഇവിടെ വന്ന് പാലത്തിന് മുകളിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു വള്ളം കമന്ന് ഒരാൾ മറിഞ്ഞു കിടക്കുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്റെ കാറിലാണ് ആളിനെയും കൊണ്ടുപോയത്. പക്ഷെ ആളിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, ആൾ മരിച്ചുപോയി. കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്പീഡിന് വണ്ടി ഓടിച്ച് കൊണ്ടുപോയത്. പക്ഷെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിഷമത്തിലാണ് ഇവിടെ എന്താണ് അവസ്ഥ നോക്കാൻ വേണ്ടി വന്നത്. ഇതുപോലെ വീണ്ടും മരണങ്ങൾ സംഭവിക്കും. ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഗാർഡുമാരും 2 ആംബുലൻസുകാരും ഇവിടെ എപ്പോഴും വേണം, എപ്പോഴും ഇവിടെ കാര്യപരിപാടികൾ ചെയ്യാൻ വേണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ഒരാൾക്കാരെ പോലും കണ്ടില്ല. ഇവിടെ ഒരു വള്ളം കമ്മെന്ന് അറിഞ്ഞ് ഇവിടെ നിന്ന് ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലോ മറൈൻ ഫോഴ്സിലോ വിളിച്ചു പറയുമ്പോൾ അവർ ഓടി ഇവിടെ വരുന്നതിന് മുമ്പ് ആള് താന്നു പോകും. അപ്പോൾ സ്പോട്ടിൽ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഇടിച്ചാൽ ഉടനെ രക്ഷിക്കാൻ വേണ്ടി ലൈഫ് ഗാർഡ്, ലൈഫ് ജാക്കറ്റോ ബോയ് എന്തെങ്കിലും ഇട്ട് അവിടെ നിൽക്കണം. റെസ്ക്യൂ ഓപ്പറേഷൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത ആൾക്കാർ 2 പുലിമുട്ടിലും അപ്പുറം ഇപ്പുറം ഇവിടെ ഡ്യൂട്ടി കിടണം. ഈ സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടണയും പരിവട്ടമാണ്. അവരെന്ത് റിസ്ക് എടുത്തും ഈ കടലിൽ പണിക്ക് പോകാൻ തന്നെ ചെയ്യും. ഈ നിർമ്മാണത്തിന്റെ പ്രശ്നം പല ഘട്ടങ്ങളിലായി പറയുന്നതാണ്. ഇതിന്റെ വീതി കൂട്ടണമെന്നുള്ളത് ഇപ്പോഴും എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഇതാണ്ട് ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ദാണ്ട് ഈ ഡ്രഡ്ജിംഗ് കപ്പൽ 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കോരുന്നത്. അവർ ഒരു മമ്മട്ടിക്ക് ഒരു കോരി കോരുമ്പോൾ 10 ഇരട്ടിയായിട്ട് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ലൈവാണ് ഇവിടെ പല ചാനലുകാരും റിപ്പോർട്ടുകാരും എടുത്തിട്ടുണ്ട്. മണ്ണ് വീണ് കിടന്നത് ഇതുവരെയും ഡ്രഡ്ജിംഗ് ചെയ്തില്ല. കേരളത്തിൽ 8 ജില്ലയുണ്ട് കടലോര മേഖല. ഈ ഒരു ജില്ലയിലും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടില്ല. ഇത്രയും മരണസംഖ്യ വന്നിട്ടില്ല. ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്രയും വലിയൊരു മരണം സംഭവിച്ചത്. എന്നിട്ട് പോലും ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോഴും ചാനലുകാരും എല്ലാവരും പറയാണ്, വന്നവരൊക്കെ പറയുന്നത് ഞങ്ങളെ കൊല്ലം ജില്ലയിൽ പോയി. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലുള്ള MLA മന്ത്രിമാർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ കഴിവുള്ളവന്റെ സ്ഥലത്ത് കൊണ്ടത്. ഏറ്റവും വലിയ വേൾഡിൽ മദറിന്റെ ഷിപ്പ് യാർഡാണ്, ഹാർബറാണ് വരുന്നത് വിഴിഞ്ഞത്ത്. അപ്പൊ ഇത്രയും വലിയൊരു ഇത് വരുമ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പണിക്ക് പോകാൻ വേണ്ടി ഈ ജില്ലയിൽ ഒരു ഹാർബർ ഉള്ളത് ഇതുവരെ രൂപീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയാണ് പലതവണയായി ഉയരുന്നത്. കാരണം മുതലപ്പുഴയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പുഴയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.
റിമാൾ ചുഴലിക്കാറ്റിൽ മിസോറാമിൽ ക്വാറി ഇടിഞ്ഞ് 10 പേർ മരിച്ചു. രാവിലെ 6 മണിക്കാണ് സംഭവമുണ്ടായത്. ഐസ്വാൾ നഗരത്തിലെ മെൽത്തൂമിലും ലിമനിലും ഇടയിലാണ് ക്വാറി ഇടിഞ്ഞത്. റിമാൾ ചുഴലിക്കാറ്റിന് തുടർച്ചയായാണ് മിസോറാമിൽ മഴ കനത്തു പെയ്യുന്നത്. മിസോറാമിൽ കനത്ത നാശനഷ്ടമാണ് റിമാൾ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയത്. മരങ്ങൾ കടപുഴകി, ഇലക്ട്രിക് പോസ്റ്റുകൾ വീണു. മിസോറാമിന് പുറമെ ബംഗാൾ, അസം സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശിലും റിമാൾ ചുഴലിക്കാറ്റ് നാശം വിതയ്ക്കുകയാണ്. ബംഗ്ലാദേശിൽ ചുഴലിക്കാറ്റിൽ 10 പേർ മരിച്ചു. ബംഗ്ലാദേശിലെ 19 ജില്ലകളിലായി 37 ലക്ഷം ജനങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചു. 35,483 വീടുകൾ പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി. കന്യാകുമാരിയിലാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ ധ്യാനത്തിനായി വരിക. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, വ്യാഴാഴ്ചയാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിക്കുക. അന്ന് പ്രധാനമന്ത്രി എത്തും എന്നാണോ ഇപ്പോൾ കിട്ടുന്ന വിവരം? എത്ര ദിവസം പ്രധാനമന്ത്രി ഉണ്ടാകും കന്യാകുമാരിയിൽ? 2 ദിവസത്തെ ധ്യാനമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ നിശബ്ദ പ്രചരണ ദിവസം മുതൽ, അതായത് 31 തീയതികളിൽ 2 ദിവസമായാണ് പ്രധാനമന്ത്രി ഈ കന്യാകുമാരിയിൽ എത്തുക. അവിടെ വിവേകാനന്ദ പാർക്കിൽ അദ്ദേഹം ധ്യാനമിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. തമിഴ്നാട് BJP ഘടകം ഈ വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കടലിലടക്കം സുരക്ഷാ സൈനികരെ വിന്യസിച്ചുകൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 3 ദിവസം ഈ പ്രചരണത്തിന് ശേഷം മോദി ധ്യാനമിരുന്നിരുന്നു. അത് കേദാർനാഥിലെ പ്രധാനപ്പെട്ട ഒരു ഗുഹയിലായിരുന്നു. ആ ഗുഹ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മറ്റൊരു കാര്യം, നമ്മൾ ആ സമയത്ത്, ആ ദിവസങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ വളരെ പ്രധാനമായും തന്നെ മാധ്യമങ്ങളിൽ പ്രചരിക്കും. അത് ഈ 7ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമാകും എന്നും BJP പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇത്തവണ ധ്യാനത്തിന് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തിരിക്കുന്നത് ദക്ഷിണേന്ത്യയാണ് എന്നതും വളരെ സുപ്രധാനമായ കാര്യമാണ്. കാരണം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ ഇത്തവണത്തെ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നുള്ളതും. ഇതിനിടെ മഞ്ജുഷ് ഒരു അഭിമുഖം ANIക്ക് നൽകിയതിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായി കടന്നാക്രമിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കോൺഗ്രസിന്റെ പ്രകടനപത്ര പത്രിക മുസ്ലിം ലീഗിൻ്റെതാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒപ്പം ജൂൺ 4 പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നു. പ്രതിപക്ഷ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് തന്റെ ലക്ഷ്യം എന്ന് മോദി പറയുന്നു. SC, ST, OBC എന്നീ വിഭാഗങ്ങളെ പ്രതിപക്ഷം കൊള്ളയടിക്കുകയാണ് എന്ന് പറഞ്ഞ മോദി ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് പ്രതിപക്ഷം എന്നും പറഞ്ഞു. ഒപ്പം ബംഗാളിലടക്കം വലിയ സീറ്റ് പ്രതീക്ഷകളും മോദി പങ്കുവച്ചു. ശരി രഞ്ജിത്ത്, എന്തായാലും കഴിഞ്ഞ തവണ കേദാർനാഥാണ് ധ്യാനത്തിനായി പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തതെങ്കിൽ ഇത്തവണ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയാണ്. പ്രധാനമന്ത്രി വ്യാഴാഴ്ച എത്തും. പ്രധാനമന്ത്രി തിരുവനന്തപുരം വഴിയായിരിക്കും കന്യാകുമാരിയിലേക്ക് പോകുക. ഈ യാത്രാ വിവരങ്ങൾ ചോർന്നതായും റിപ്പോർട്ടുണ്ട്. വരുന്ന 30-ാം തീയതി കന്യാകുമാരിയിലേക്ക് എത്തേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വിവരങ്ങളാണ് ചോർന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരങ്ങളുടെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. കഴിഞ്ഞ 27-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച പ്രധാനമന്ത്രിയുടെ യാത്രാ വിശദാംശങ്ങൾ അടങ്ങിയ രേഖയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് 30-ാം തീയതി എത്തുന്ന ഹെലികോപ്റ്ററിൻ്റെ വിശദാംശങ്ങളും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങളും, തുടർന്ന് ജൂൺ 1-ാം തീയതി വൈകുന്നേരം 4:10 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ യാത്രകളുടെ വിശദാംശങ്ങൾ ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സഞ്ജയ് ബസ്വാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച രേഖകൾ ആണിത്. അതിൽ വ്യക്തമായി പ്രധാനമന്ത്രിയുടെ യാത്രാപഥം എങ്ങനെയായിരിക്കണം, ഓരോ സ്ഥലത്തും എത്തേണ്ട സമയക്രമം ഏതൊക്കെയാണ് എന്നതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ VVIP സുരക്ഷ അത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് നിർവഹിക്കുന്നത്. സ്വാഭാവികമായി SPG സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യാത്രയുടെ സമയം, യാത്ര ചെയ്യേണ്ട ഹെലികോപ്റ്ററോ വിമാനം ഏത് തരത്തിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അതീവ സുരക്ഷിതമായി തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യും. സ്വാഭാവികമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി അത് പ്രോട്ടോകോൾ ഓഫീസർക്ക് കൈമാറുകയും പ്രോട്ടോകോൾ ഓഫീസർ തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സാധാരണ പതിവാണ് ഇത്തരം VVIP സന്ദർശനങ്ങളിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കോ
മറ്റ് പൊതുജനങ്ങൾക്കോ യാതൊരു തരത്തിലും അറിവുണ്ടാകാത്ത വിധത്തിൽ തന്നെയായിരിക്കും യാത്രാപഥം അടക്കം തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി എത്തുന്ന ഹെലികോപ്റ്ററിൻ്റെയും ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൻ്റെയും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ തന്നെയാണ് ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് ചോർന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പുറത്തായത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ യാത്രയുടെ സമയക്രമത്തിൽ ഈ വിവരങ്ങൾ പുറത്തായതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതീവ സുരക്ഷാ വിവരങ്ങളാണ് ഇങ്ങനെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ചോർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശിയായ 56 വയസ്സുള്ള ഉസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ഇതേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച 178 പേർക്ക് ചികിത്സ തേടേണ്ടി വന്നു. ഇവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇതേ ഹോട്ടലിനെതിരെ ആരോപണം ശക്തമാക്കുകയാണ് നാട്ടുകാർ ചെയ്യുന്നത്. നേരത്തെ ഈ ഹോട്ടൽ പൂട്ടിച്ചതാണ്. അന്ന് പിഴയടച്ച് വീണ്ടും തുറന്ന ഹോട്ടലാണ് സെയിൻസ് ഹോട്ടൽ. അവിടെയാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയതും ഒരു സ്ത്രീ മരിച്ചതും. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയ കുഴിമന്തി വീട്ടിൽ വെച്ചാണ് ഉസൈബ കഴിച്ചത്. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അന്ന് തന്നെ അവരെ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉസൈബയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഉസൈബ മരിച്ചത്. കുഴിമന്തിയാണ് മേടിച്ചത് ഇവര്. അപ്പോൾ ആള് മയോണീസ് മാത്രമേ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. പക്ഷെ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ആളിന്നലെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും മരണപ്പെട്ടു. ഈ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച 178 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി. ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് IDSP ഓഫീസർ ഡോക്ടർ ഗീത, എപ്പിഡമോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും കണ്ട് സംഘം വിവരങ്ങൾ ആരാഞ്ഞു. അതേസമയം സെയിൻ ഹോട്ടലിൽ നേരത്തെയും ഭക്ഷ്യവിഷബാധയുണ്ടായിട്ടുണ്ട്. അന്ന് 3 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. 4 മാസം മുമ്പ് പഴകിയ ഭക്ഷണവും ഹോട്ടലിൽ നിന്ന് പിടികൂടിയിരുന്നു. തുടർന്ന് ഹോട്ടൽ അടച്ച് വീണ്ടും തുറന്നപ്പോഴാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തൃശൂർ. ട്രെയിനിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റെന്ന് സംശയം. നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസിൽ വെച്ച് പാമ്പ് കടിച്ചു എന്ന സംശയത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ നില തൃപ്തികരമാണ്. ശരീരത്തിൽ വിഷാംശം ഉള്ളതായി പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിനിന്റെ ബെർത്തിൽ കിടക്കുകയായിരുന്ന യുവതിയെ രാവിലെയാണ് പാമ്പ് കടിയേറ്റതായി സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാമ്പിനെ കണ്ടതായി യാത്രക്കാരും പറഞ്ഞു. ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 8:15 ആ സമയത്ത് ഒരു കാലിലെന്തോ കടിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞു. അവർ നോക്കിയപ്പോൾ അവിടുന്ന് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മൾ കടിച്ച അടയാളം നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്തിരുന്നു. അപ്പോൾ വിഷമുള്ളിൽ കയറിയിരിക്കണോ ഇല്ലെന്ന് അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ടെസ്റ്റും പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ അതൊക്കെ ഇതുവരെ ഉള്ളത് നോർമലാണ്. പിന്നെ വേറെ വിഷമുള്ളിൽ കയറിയ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ പേഷ്യന്റ് കാണിക്കുന്നില്ല. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനാണ്. പക്ഷേ ഈ സീറ്റിലേക്ക് താൻ മത്സരിക്കുന്നില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. MLA ആയി തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി ഇതേ നിലപാട് ലീഗ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതുമുഖത്തെ രാജ്യസഭയിലേക്ക് അയക്കാമെന്നാണ് ലീഗിന്റെ ഇപ്പോഴത്തെ തീരുമാനം. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഉയരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിടുന്നതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. താൻ രാജ്യസഭയിലേക്കില്ല.
തനിക്ക് ഇപ്പോൾ തന്നെ പിടിപ്പത് ജോലികളുണ്ട്, താൻ അതിൽ വ്യാപൃതനാണ്. അതുകൊണ്ട് താൻ രാജ്യസഭയിലേക്കില്ല എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുവാദത്തോടെ ഇപ്പോൾ തുറന്നു പറയുകയാണ്. മാധ്യമപ്രവർത്തകരോട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞാൻ ഇന്ന് തങ്ങളുമായിട്ട് സംസാരിച്ചു, ക്ലിയർ ആയിട്ടാണ് പറഞ്ഞേക്കാം, ഞാനില്ല. സംശയമില്ല, ഏതെങ്കിലും ഒരു വാചകത്തിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നില്ല, എത്ര ക്ലിയർ ആയി. അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ പ്രസിഡന്റ് അടുത്ത് തങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാണ്. എനിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇപ്പോൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ പണിയിൽ വ്യാപൃതനാണ്. ഞാൻ ഏതായാലും ഇല്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കി. കുഞ്ഞാലിക്കുട്ടിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്യസഭയിലേക്ക് അദ്ദേഹമാകില്ല, പകരം യുവാക്കളും അല്ലെങ്കിൽ പുതുമുഖങ്ങളായിരിക്കും ഇത്തവണ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സീറ്റിൽ ഉണ്ടാവുക എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. മുസ്ലിം യൂത്ത് ലീഗിന് അർഹമായിട്ടുള്ള, അതായത് യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം, പരിഗണന അതിന് ലഭിക്കും. ഗൗരവതരമായിട്ടുള്ള ആലോചനകൾ നടന്നിട്ടില്ല. ഏതായാലും ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വന്നതിന്റെ ശേഷമാണ് ആ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനത്തിലെത്തുക. ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം എന്ന് നടക്കുമെന്ന് ലീഗ് നിശ്ചയിച്ചിട്ടില്ല. UDF ആണ് ലീഗിന് 3ാം സീറ്റ് നൽകിയത്. അതുകൊണ്ട് തന്നെ അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആരെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന കാര്യത്തിൽ ലീഗ് പിന്നീട് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അതേസമയം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ, വയനാട് സീറ്റ് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ആ സീറ്റിന് ഇനി ലീഗ് അവകാശവാദം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ഒരു ആലോചനയും അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കവും ഉണ്ടാകില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കാരണം അത് UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ലീഗിന് രാജ്യസഭാ സീറ്റ് എന്നത്. അതുകൊണ്ട് തന്നെ 3ാം സീറ്റ് ഇത് രാജ്യസഭാ സീറ്റ് തന്നെയായിരിക്കും ലീഗിന് എന്നതും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. എന്തിനാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി ഇല്ല എന്ന് അദ്ദേഹവും അതേപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ ഒരു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ യുവ നേതാക്കളോ പുതുമുഖങ്ങളോ ആയിരിക്കും എന്നത് ഉറപ്പാണ്. ആരാകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിരമിക്കാൻ ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ സസ്പെൻഷൻ. സാബുവിനൊപ്പമുണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാവും. സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. ഗുണ്ടാത്തലവന്റെ വീട്ടിലെത്തി സൽക്കാരം സ്വീകരിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ നടപടി വലിയ നാണക്കേടാണ് സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഗുണ്ടകളുടെ ശല്യം വർദ്ധിക്കുന്നു, ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു, ഗുണ്ട സംഘങ്ങൾ പലയിടത്തും ഓരോ ദിവസവും മുളച്ചു പോകുന്നു. ഇത് വലിയ ക്രമസമാധാന പ്രശ്നം സംസ്ഥാനത്ത് പൊതുവിൽ സൃഷ്ടിക്കുന്നു എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ പോലീസ് ഗുണ്ടാ വേട്ട ശക്തമാക്കിയത്. പ്രധാനപ്പെട്ട ഗുണ്ടകളെ കാപ്പ് അടക്കം ചുമത്തി ജയിലിലാക്കുകയായിരുന്നു പോലീസ്. അതിനിടയിലാണ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു ഗുണ്ടയുടെ വീട്ടിലെത്തി വിരുന്നിൽ പങ്കെടുത്തത്. അതും ഉദ്യോഗസ്ഥന്റെ വിരമിക്കലിന് തൊട്ടുമുമ്പുള്ള സത്കാരം ഗുണ്ടയുടെ വീട്ടിൽ തന്നെ നടത്തിയത് വലിയ ഞെട്ടലാണ് പോലീസ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയത്, വലിയ നാണക്കേടും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് മേധാവി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയത്. ഡിവൈഎസ്പിക്ക് പുറമെ മറ്റു 3 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ പോലീസ് മേധാവി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ പരിശോധന ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധത്തിൽ കൂടുതൽ പരിശോധനയ്ക്കും ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ 2 പട്ടികകൾ പോലീസ് ആസ്ഥാനത്തുണ്ട്. ഗുണ്ടകളുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദ വിവരങ്ങൾ, അതിന്റെ തെളിവുകളടക്കം പോലീസ് ആസ്ഥാനത്തുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയതുമാണ്. ഇതിൽ 10ലധികം പേരെ നേരത്തെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ ഗുണ്ടകളും പോലീസുമായുള്ള ഈ ബന്ധം ഇത്ര ആഴത്തിൽ തുടരുന്നത് പോലീസ് സേനയ്ക്ക് അക്ഷരാർത്ഥത്തിൽ നാണക്കേടാവുകയാണ്. ആഭ്യന്തര വകുപ്പിനും അത് നാണക്കേടുണ്ടാക്കുന്നു, പോലീസ് സേനയുടെ പേരിന് കളങ്കമുണ്ടാക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് അതിശക്തമായ നടപടികൾക്കാണ് മുഖ്യമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കിയെടുത്താണ് സർക്കാർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. പോലീസും ഗുണ്ടാ തലവന്മാരുമായുള്ള ബന്ധം നേരത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുക്കാത്തത് ആണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സഭയിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകാം. അതിനു മുമ്പ് തന്നെ മുഖം രക്ഷിക്കാനുള്ള അടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാസിംഗ് ഔട്ട് ദിനത്തിലെ പ്രതിജ്ഞയ്ക്ക് അനുസൃതമായ രീതിയിൽ സർവീസിൽ ഉടനീളം പ്രവർത്തിക്കണമെന്ന് യുവ പോലീസ് സേനാംഗങ്ങളോട് മുഖ്യമന്ത്രിയുടെ ആവശ്യം. തലസ്ഥാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ.
പോലീസ് സേനയുടെ ഭാഗമാകുന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഒരു പ്രതിജ്ഞ ഇവിടെ എടുക്കുകയാണ്. നിങ്ങളുടെ സർവീസ് ജീവിതത്തിലുടനീളം ആ പ്രതിജ്ഞക്കനുസൃതമായി ജീവിക്കാൻ ശ്രമിക്കുക. പോലീസ് ഗുണ്ടാ ബന്ധത്തിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. CPM ജില്ലാ കമ്മിറ്റികളാണ് SP-മാരെ നിയമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോലീസിന്റെ ആത്മവീര്യം തകർത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്മേൽ ഒരു നിയന്ത്രണവുമില്ല എന്നും VD സതീശൻ ആരോപിച്ചു. പാർട്ടിയാണ്, എല്ലാ സ്ഥലത്തും പാർട്ടിയാണ്. പാർട്ടിയിലെ ചില നേതാക്കന്മാർ ഈ ക്രിമിനലുകൾക്ക്, ആലപ്പുഴ ജില്ലയിലൊക്കെ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. എല്ലാത്തിൻ്റെയും പുറകിൽ പാർട്ടിയിലെ ചില ക്രിമിനലുകളെ എല്ലാ സംരക്ഷണവും കൊടുക്കുന്ന, തണൽ കൊടുക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അപകടകരമായ നിലയിലേക്ക് കേരളം പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളാണ് ഈ ഗുണ്ടകൾ കേരളത്തിൽ ആക്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ലഹരി മരുന്ന് സംഘത്തെക്കുറിച്ച് ഒരു വിവരം കൊടുത്താൽ അവന്റെ വീട് 24 മണിക്കൂറിനകം ആക്രമിക്കപ്പെടുകയാണ്. അവന് ആര് സംരക്ഷണം കൊടുക്കും? അവരാണ്, അവരുടെ കൺട്രോളിലാണ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. ബാർക്കോഴ വിവാദത്തിൽ ബാർ ഉടമയായ അനിമോന്റെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സർക്കാരിനോ പാർട്ടിക്കോ പണം നൽകാൻ വേണ്ടിയല്ല തന്റെ ഓഡിയോ സന്ദേശം എന്ന നിലപാട് ക്രൈംബ്രാഞ്ചിന് മുന്നിലും അനിമോൻ ആവർത്തിച്ചു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ചീഫ് സെക്രട്ടറി മദ്യനയത്തിൽ വിശദീകരണം നൽകിയത് പുതിയ ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ബാർ ഉടമയായ അനിമോനെ ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ഇടുക്കിയിലെത്തിയിട്ടുണ്ട്. ഓഡിയോ പുറത്തുവന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ മൊഴിയെടുക്കും ക്രൈംബ്രാഞ്ച്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന വിശദമായി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ അനിമോനിൽ നിന്ന്, ശബ്ദരേഖയുടെ ഉടമയായ അനിമോനിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. പണം പിരിക്കുന്നത്, അതായത് പണം പിരിച്ചത് ഈ ബാറുകൾക്കും ലൈസൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നുമല്ല, അത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്, അതിന് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലുള്ള മൊഴിയാണ് അനിമോൻ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഈ ശബ്ദരേഖയിൽ തന്നെ പരാമർശിച്ചിരുന്ന അണക്കരയിലെ അഗ്രോ സ്പൈസസ് ഉടമയിൽ നിന്ന് ഉൾപ്പെടെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം മൊഴിയെടുക്കും എന്നാണ് സൂചന. അതോടൊപ്പം തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനിമോന്റെ ശബ്ദരേഖ ഉൾപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിരുന്ന ഇടുക്കിയിൽ നിന്നുള്ള ബാർ ഉടമകളുടെ മുഴുവൻ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു വരാൻ ഇടയായ സാഹചര്യവും അങ്ങനെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കാനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി ഈ അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ പുറത്തു വരികയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ സമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കാതെ പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. വരുന്ന ആഴ്ചയും സംസ്ഥാനത്തെ വ്യാപകമായി ബാർക്കോഴയിൽ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് അനുകൂല പോഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര ഏജൻസി ഇതിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലമാണ് നിലവിൽ. ബാർക്കോഴ വിവാദത്തിൽ ആദ്യം നുണ പറഞ്ഞത് മന്ത്രിമാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യത്തിൽ അനാവശ്യ തിടുക്കം ടൂറിസം വകുപ്പും കാണിച്ചു. ടൂറിസം സെക്രട്ടറിക്ക് മദ്യനയത്തിൽ റോളില്ലെന്ന് മന്ത്രി മറുപടി പറയട്ടെ എന്ന് VD സതീശൻ പറഞ്ഞു. ഡ്രൈഡേ മാറ്റിയതുകൊണ്ട് സർക്കാരിന് വരുമാനം കൂടില്ലെന്ന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. ഡ്രൈഡേ ടൂറിസ്റ്റുകൾക്കും ഇവന്റുകൾ നടത്തുന്ന പാർട്ടികൾക്കും അലോസരമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതി ഒഴിവാക്കാൻ ഫോർമുല കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി. ധനമന്ത്രിയെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നും വൈകാതെ ചർച്ച നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC ഫേസ്ബുക്ക് പേജിലൂടെ ജീവനക്കാരോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ.
നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് പിന്മാറിയത്. ഹർജി ജസ്റ്റിസ് PG അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. പന്തീരങ്കാവ് കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും മുൻകൂർ ജാമ്യം കിട്ടി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. കേസിൽ 2 പേരെയും 2ഉം 3ഉം പ്രതികളാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പുരോഗതിയും കാണുന്നില്ലായിരുന്നു. പോലീസ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം ഇവർക്ക് കിട്ടിയ സ്ഥിതിക്ക് പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിന്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക എന്നിവരുടെ ഹർജികൾ പരിഗണിച്ച് വിശദമായ വാദം കേട്ട ശേഷമാണ് അവർക്ക് മുൻകൂർ ജാമ്യം നൽകി കോഴിക്കോട് സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇരുവരും അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തരത്തിൽ ഹാജരാകുമ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ 2 വട്ടം ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകിയെങ്കിലും അവർ നോട്ടീസിന് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുകയും ചെയ്തില്ല. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുകയായിരുന്നു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കൃത്യമായ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം യുവതിക്ക് മേൽ ഈ കുടുംബം ചൊലുത്തിയതായാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒപ്പം രാഹുലിനെ നാടുവിടുന്നതിനായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള സഹായവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും പറഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷം ഈ അമ്മയുടെയും സഹോദരിയുടെയും വാദം കോടതി കേൾക്കുകയുണ്ടായി. പെൺകുട്ടി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം നൽകിയ മൊഴിയിൽ തങ്ങളുടെ പേരുണ്ടായിരുന്നില്ല, തങ്ങൾക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോഴും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് തങ്ങളുടെ പേര് ചേർത്തത് എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ഒപ്പം പോലീസ് തങ്ങളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് കോടതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. വനിതാ കമ്മീഷൻ അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കോടതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഹുൽ വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നാരോപിച്ച് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ശരത് ലാലും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി 31-ന് പരിഗണിക്കാനിരിക്കെയാണ് മറ്റൊരു കേസിൽ ഇപ്പോൾ അമ്മയ്ക്കും സഹോദരിക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പുറത്തേക്ക് പോയ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ബ്ലൂ കോർണർ നോട്ടീസ് പ്രതിക്ക് വേണ്ടി അയച്ചെങ്കിലും അതിനുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ഇതിന്റെ മറുപടി ലഭിച്ച ശേഷമാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായും ഒപ്പം വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ വലിയ സങ്കീർണമാണ്. അതുകൊണ്ട് പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള സമയം നീണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6665, പവന് 53,320. 18 ക്യാരറ്റ് ഗ്രാമിന് 5550, പവന് 44,400. വെള്ളി ഗ്രാമിന് 100 രൂപ, കിലോയ്ക്ക് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. പോലും